വേണോ? വേണമെങ്കിൽ അത് എത്രത്തോളമാകാം? നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുന്ന ഒരു ഉപരിപ്ലവമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകളാണ്. രാഷ്ട്രീയം എന്താണെന്നും അതെങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നും എങ്ങനെയാണ് വളർന്നു വന്നതെന്നും രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും മനസ്സിലാക്കാതെ സാമാന്യമായിട്ടുള്ള ഉപരിപ്ലവമായ രാഷ്ട്രീയ വിശകലനങ്ങളിൽ നിന്നാണ് രാഷ്ട്രീയക്കാരന് സാഹിത്യം പാടുണ്ടോ, സാഹിത്യകാരന് രാഷ്ട്രീയം പാടുണ്ടോ തുടങ്ങിയിട്ടുള്ള അഭിപ്രായങ്ങളിൽ പാടില്ല എന്ന അഭിപ്രായവും വേണ്ടത്ര പാടില്ല എന്ന അഭിപ്രായമൊക്കെ ഉണ്ടാവും. ഈ ചോദ്യം തികച്ചും ശരിയായ നല്ലൊരു ചോദ്യമാണ്. വളരെ നല്ല നിലയിൽ ആസൂത്രണം ചെയ്ത ചോദ്യമാണ് സാഹിത്യത്തിലെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ സാഹിത്യവും. സാഹിത്യമല്ല ആദ്യമുണ്ടായത്, രാഷ്ട്രീയമാണ്. ലോകത്തിൽ പരിശോധന മനുഷ്യനുണ്ടായ ശേഷം ആദ്യമുണ്ടായത് രാഷ്ട്രീയമാണ്, സാഹിത്യം പിന്നെയാണ് ഉണ്ടായത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെന്നുള്ളതാണ്, പാർട്ടിയെ സംബന്ധിക്കുന്നതാണ് എന്ന് നമ്മൾ മാറ്റിമറിച്ചിരിക്കുക. ഏതെങ്കിലും ഒരു പാർട്ടിയെ പറ്റിയുള്ളതാണ് രാഷ്ട്രീയം. കോൺഗ്രസ് രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP രാഷ്ട്രീയം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം, ഇങ്ങനെയുള്ള ഷെയ്ഡുകൾ കൊടുത്തിരിക്കുന്നത് സാമാന്യമായി മാത്രം ഈ പുസ്തകത്തെ കാണുന്ന ആ പ്രവണതകൾ ഒരുപാട് പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയിട്ടുണ്ടാവും. പതിറ്റാണ്ടുകളായിട്ടുണ്ട് കേരളത്തിൽ, ഇവിടെ നൂറ്റാണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയം എല്ലാവർക്കും ഉള്ളതല്ല. തൊഴിലാളിക്കും കൃഷിക്കാരനും ബുദ്ധിജീവിക്കും എഴുത്തുകാരനും പ്രൊഫസർമാർക്കും ഡോക്ടർമാർക്കും എല്ലാം ഉള്ളതാണ് രാഷ്ട്രീയം. ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നത് തന്നെ തെറ്റായ കാര്യമാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഏതൊരാളിനും രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഏതൊരാളിനും രാഷ്ട്രീയമുണ്ട്. ഞാൻ ഈ ഭാരത രാഷ്ട്രത്തിലാണ്, ഇതിലൊരു